ശബരിമലയ്ക്കൊപ്പം എന്നും കേരളം കേട്ടിട്ടുള്ള കുടുംബമാണ് താഴമൺ കുടുംബം. ശബരിമല ഉൾപ്പെടെയുള്ള പ്രമുഖ ക്ഷേത്രങ്ങളിലെ താന്ത്രിക അവകാശം താഴമൺ മഠത്തിലെ പുരുഷന്മാർക്കാണ്. കേവലം ഒരു പദവി മാത്രമല്ല അത്, അതിനുപരി ശാസ്ത്രീയവും ആചാരപരവുമായ വളരെ കൃത്യമായ നിയമങ്ങളാൽ ചിട്ടപ്പെടുത്തിയതാണ് ഈ ഒരു സ്ഥാനം. വിഗ്രഹപ്രതിഷ്ഠ നടത്തുക, പൂജാതി കർമ്മങ്ങൾ അത് ശാസ്ത്രാനുസരണം ചിട്ടപ്പെടുത്തുക, അത് നിർവഹിക്കുക അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുക, ഇതൊക്കെയാണ് തന്ത്ര അവകാശം എന്ന് പറഞ്ഞാൽ. ക്ഷേത്രത്തിലെ ദൈവികമായ സകല കാര്യങ്ങളിലും ഒരു വിധി പറയാനുള്ള പരമാധികാരവും തന്ത്രിക്കാണ്. ശബരിമലയിൽ താഴമൺ കുടുംബത്തിനുള്ള താന്ത്രിക അവകാശം എന്ന് പറയുന്നത് ക്രിസ്തുവർഷത്തിനും 100 വർഷം മുൻപ് കുടുംബപരമായി ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ ശബരിമല തന്ത്രിയുടേത് കേരളത്തിലെ ആത്മീയ താന്ത്രിക രംഗത്ത് സമാനതകളില്ലാത്ത സ്ഥാനമുള്ള താഴമൺ മഠം ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ്. താഴമൺ മഠം ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തർ ദൈവതുല്യരായി ആദരിക്കുന്ന താഴമൺ കുടുംബാംഗങ്ങളിൽ ഒരാളായ തന്ത്രി കണ്ഠരര് രാജീവരാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യ പ്രതിയായ പോറ്റിക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകിയെന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കുടുംബത്തെ പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുന്നത്. ഈ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പരശുരാമൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന തന്ത്രി കുടുംബങ്ങൾ ഇവരാണ് താഴമണ്ണും തരണനല്ലൂരും എന്നാണ് ഐതിഹ്യം. സമുദ്രയാത്രയ്ക്കിടെ താഴെ മണ്ണ് കണ്ട കുടുംബം താഴമൺ എന്നും കടൽ താണ്ടിപ്പോയ കുടുംബം തരണനല്ലൂർ എന്നും അറിയപ്പെട്ടു. കണ്ഠര് മഹേശ്വരര്, കണ്ഠര് കൃഷ്ണര്, കണ്ഠര് നീലകണ്ഠര് എന്നിവരായിരുന്നു ആദ്യകാല തന്ത്രി പ്രമുഖർ. മക്കത്തായ സമ്പ്രദായം പിന്തുടരുന്ന ഈ കുടുംബത്തിൽ നിന്നും കണ്ഠര് രാജീവരും കണ്ഠര് മഹേഷ് മോഹനരും ഉൾപ്പെടെയുള്ള പുതിയ തലമുറയാണ് ഇപ്പോൾ ശബരിമലയിലെ താന്ത്രിക അവകാശം വിനിയോഗിക്കുന്നത്. 15ഓളം വിദേശ രാജ്യങ്ങളിലെ ക്ഷേത്രങ്ങളിലും ഈ കുടുംബത്തിന് താന്ത്രിക അധികാരമുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ പ്രധാന പ്രതിയായ പോറ്റിയുമായുള്ള തന്ത്രിയുടെ ബന്ധമാണ് കേസിൽ നിർണായകമായത്. ഇതിനു മുൻപ് ആചാരവിരുദ്ധമായ വഴിപാടുകൾ നിർദ്ദേശിച്ചതിന് പോറ്റിയെ സന്നിധാനത്ത് നിന്നും മാറ്റി നിർത്തിയതും ഇതേ തന്ത്രിയായിരുന്നു. എന്നാൽ 2018-19 കാലഘട്ടത്തിൽ വലിയ സ്പോൺസറായി പോറ്റി തിരിച്ചു വന്നത് തന്ത്രിയുടെ പിന്തുണയോടെയാണ് എന്ന് ദേവസ്വം ജീവനക്കാരുടെ മൊഴിയുമുണ്ട്. ശബരിമലയിലെ ഏത് ആചാരപരമായ കാര്യത്തിനും അന്തിമമായ അനുജ്ഞ നൽകേണ്ടത് തന്ത്രിയാണ്. പലപ്പോഴായി സ്വർണ്ണപ്പാളികൾ കൈമാറാനും സന്നിധാനത്തെ സ്വർണവുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾക്കും തന്ത്രി നൽകിയ ഇത്തരത്തിലുള്ള അനുജ്ഞകൾ പോറ്റിക്ക് വലിയ സഹായമായി എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതാണ് ഭക്തർ ആദരവോടെ കണ്ടിരുന്ന തന്ത്രിയെ ഒരു ക്രിമിനൽ കേസിലേക്ക് പ്രതിയാക്കാൻ കാരണമായത്. ശബരിമലയിലെ അവസാന വാക്ക് തന്ത്രിയുടെ തന്നെയാണ്. ഇത്തരമൊരു സാമ്പത്തിക ക്രമക്കേടിൽ അദ്ദേഹം കുരുങ്ങിയത് അയ്യപ്പ ഭക്തരെ വലിയ തോതിൽ നിരാശരാക്കിയിട്ടുണ്ട്. ആചാര്യ പദവിയുടെ വിശുദ്ധി തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായോ എന്നതാണ് ഇനി അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. തിരുനക്കര, തളിയിൽ, ചിറക്കടവ് തുടങ്ങിയ ജില്ലയിലെ പ്രമുഖ മഹാദേവ ക്ഷേത്രങ്ങളിലെ താന്ത്രിക സ്ഥാനം കണ്ഠരര് മഹേശ്വരർക്കായിരുന്നു. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ 1960 ജനുവരി 21 ഒരു സ്വർണ്ണക്കൊടിമര പ്രതിഷ്ഠ നടന്നു. ആ പ്രതിഷ്ഠയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് തന്ത്രി മഹേശ്വരര് ആയിരുന്നു. പൂജാകർമ്മങ്ങൾ അവസാനിക്കുന്ന സമയത്ത് ഭക്തജനങ്ങളെ നോക്കി പുഞ്ചിരിയോടെ മഹേശ്വരർ പറഞ്ഞു, ഗംഗ ഇതുവരെ ചടങ്ങിന് പ്രസാദിച്ചില്ല അല്ലേ? അദ്ദേഹം കുറച്ച് ദർഭ കയ്യിലെടുത്ത് മന്ത്രം ജപിച്ച് ആകാശത്തേക്ക് നോക്കി മുകളിലേക്ക് എറിഞ്ഞു. അവിടെ കൂടി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പൊടുന്നനെ മാനമിരുണ്ടു അത്രേ. തിരുനക്കര പരിസരമാകെ ശക്തമായ മഴ പെയ്തു. ഈ സംഭവത്തിന് ശേഷം പഴമക്കാർ കണ്ഠരര് മഹേശ്വരരെ ഓർമ്മിക്കുന്നത് പറഞ്ഞ് മഴ പെയ്ച്ച തന്ത്രി എന്ന പേരിലാണ്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖരായ പലരുടെ സന്ദർശനങ്ങളുടെയും കൂടിക്കാഴ്ചയുടെയും ചരിത്രം പറയാനുണ്ട് താഴമൺ മഠത്തിനും കണ്ഠരര് മഹേശ്വരർക്കും. മഹേശ്വരർക്ക് 9 വയസ്സുള്ളപ്പോൾ ഗാന്ധിജി താഴമൺ മഠം സന്ദർശിച്ചു. 1937 ജനുവരി 20 ആ സന്ദർശനത്തെപ്പറ്റി ഗാന്ധിജിയുടെ സെക്രട്ടറി മഹാദേവ് ദേശായി എപ്പിക് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകത്തിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. താഴമൺ മഠത്തിലെ ക്ഷേത്രം സന്ദർശിച്ചുവെന്നും വലിയ സ്വീകരണം ലഭിച്ചുവെന്നും പറയുന്നു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് മഠത്തിന്റെ സംഭാവന നൽകുകയും ചെയ്തു. അന്നത്തെ ജാതി വ്യവസ്ഥയിൽ താഴ്ന്ന ജാതിക്കാർക്കും മഠത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നതിനെ പറ്റിയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ക്ഷണമനുസരിച്ച് 2 തവണ മഹേശ്വരർ പൂജയ്ക്കായി ദില്ലിയിൽ പോയിട്ടുണ്ട്. രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമുമായി കൂടിക്കാഴ്ച നടത്തിയതും വേറിട്ട അനുഭവമായിരുന്നു. നടൻ ചിരഞ്ജീവി പ്രജാരാജ്യം പാർട്ടി സ്ഥാപിച്ചപ്പോൾ പൂജകൾക്കായി മഹേശ്വരരെയാണ് ക്ഷണിച്ചത്. ഇങ്ങനെ വളരെ വലിയൊരു പാരമ്പര്യം അവകാശപ്പെടാൻ അല്ലെങ്കിൽ അത് സ്വന്തമായുള്ള ഒരു കുടുംബമാണ് ഇപ്പോൾ അപമാന ഭീതിയിൽ പേറി ഇങ്ങനെ ഒരു കരിനിഴലിൽ പെട്ടിരിക്കുന്നത്. എന്തായാലും അത് കേരളത്തിലുള്ള ഓരോ അയ്യപ്പ ഭക്തരെയും ലോകത്തിൻ്റെ ഏത് കോണിലുമുള്ള ഓരോ മലയാളിയും ഓരോ അയ്യപ്പ ഭക്തരെയും വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം അവരെയെല്ലാം ഈ കണ്ഠരര് മഹേശ്വര അതുപോലെ താഴമൺ മഠത്തിലുള്ള
എല്ലാ ആൾക്കാരെയും, തന്ത്രി കുടുംബത്തിൽ നിന്നുള്ള എല്ലാവരെയും ദൈവതുല്യരായിട്ടാണ്, ദൈവസ്ഥാനത്ത് തന്നെയാണ് ഇതുവരെയും പരിഗണിച്ചിരുന്നത്. അവരൊക്കെ ഇങ്ങനെയുള്ള പല കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിന്നു എന്നറിയുമ്പോഴാണ് ആ കുടുംബത്തോടും ആ തന്ത്രികളോടും ഒക്കെയുള്ള ആ ഒരു വിശ്വാസം ഇല്ലാതാകുന്നതും വളരെയധികം വേദനിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതും. ന്യൂസ് ഡെസ്ക് കർമാനസ്.